ചില കഥകൾ നമുക്ക് ആവേശം തരുന്നവയാണ്, ചിലത് മനസ്സിനെ തൊടുന്നവയുമാണ്. പക്ഷേ ചിലത് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. ഇത് അത്തരത്തിലുള്ള ഒരു കഥയാണ്. ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരു ഓട്ടത്തിന്റെ കഥ, പൊരുതിയാലും പെടുന്നതിന് തളരാത്ത മനസ്സിന്റെ കഥ. റേഷൻ കിട്ടിയ കഞ്ഞിയും പയറുമാണ് അവളുടെ കരുത്ത്. അതിൽ നിന്നാണ് അവൾ പ്രതിദിനം ജീവിതത്തിനും ഓട്ടത്തിനും ശക്തി കണ്ടെത്തിയത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ സ്വപ്നം ഒരു വാക്കാണ്, പക്ഷേ അവൾക്കത് ജീവന്റെ ലക്ഷ്യമായി മാറി. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിൽ 38 വർഷത്തെ റെക്കോർഡ് തകർത്തു കളഞ്ഞു. അവളുടെ പേര് ദേവപ്രിയ. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട് വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം കാണിച്ച ഒരു ചെറിയ പെൺകുട്ടി. റെക്കോർഡ് തകർത്താൽ നിനക്കൊരു വീട് വെച്ച് തരാമെന്ന് അവളുടെ കായിക അധ്യാപകൻ പറഞ്ഞത് വെറും വാക്കല്ല, അവൾക്കത് ജീവിതത്തിലെ ഒരു വലിയ പ്രോത്സാഹനമായിരുന്നു. പക്ഷെ ദേവപ്രിയയ്ക്ക് അത് ജീവിത വാഗ്ദാനത്തിന്റെ ശക്തമായ ഒരു പ്രേരണയായിരുന്നു. അവൾക്ക് സ്വന്തം വീടെന്നത് ഒരു സ്വപ്നമായിരുന്നു. ഒരിക്കലെങ്കിലും കയറി ഉറങ്ങാൻ സ്വന്തമായ ഒരു മേൽക്കൂര ഉണ്ടാകണമെന്നായിരുന്നു അവളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നം. 38 വർഷമായി ആരും തൊടാത്ത ഒരു റെക്കോർഡ്. പലരും ശ്രമിച്ചു, ആരും വിജയിച്ചില്ല. പക്ഷേ അവൾ ശ്രമിച്ചു. ദിവസവും രാവിലെ പരിശീലനം, പകൽ ചൂടിലും മഴയിലും ഓട്ടം. ഒരു നിമിഷം പോലും അവൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. കാരണം അവളുടെ റെക്കോർഡ് തകർക്കുന്നത് വെറും ഒരു വിജയമല്ല, അതൊരു വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. അവൾ ഓടി, നിലം തൊടാതെ പറക്കുന്ന പോലെ, പ്രതീക്ഷയുടെയും പ്രതിജ്ഞയുടെയും പാതയിലൂടെ. ഒടുവിൽ 38 വർഷത്തെ ആ റെക്കോർഡ് അവൾ തകർത്തു. ആ നിമിഷം കണ്ണുനീർ പൊഴിക്കുന്ന അവളുടെ മുഖം എല്ലാ ചാനലുകളിലും നമ്മൾ കണ്ടതാണ്. ആ പിന്നിൽ നിന്ന അധ്യാപകൻ, അഭിമാനത്തിമുറപ്പുള്ള കണ്ണുകൾ, അത് കാണുന്നവരൊക്കെ പറഞ്ഞിരിക്കണം, ഇതാണ് മനുഷ്യന്റെ ശക്തി. ദേവപ്രിയയുടെ വിജയത്തിന് പിന്നിൽ നിശബ്ദമായി നിലനിന്ന ആ അധ്യാപകൻ, അദ്ദേഹം വെറും ഒരു പരിശീലകനല്ല, അവളുടെ വിശ്വാസമായിരുന്നു. നിനക്കത് കഴിയുമെന്ന് പറഞ്ഞ ആ വലിയ ശബ്ദം, അത് അവളുടെ കാൽവേഗമായി മാറി. ഈ കഥ നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ജീവിതം നമ്മെ എത്രമാത്രം കഠിനമായി പരീക്ഷിച്ചാലും ലക്ഷ്യം ഉറപ്പിച്ചാൽ അതിനേക്കാൾ ശക്തമായ ഒന്ന് മറ്റൊന്നുമില്ല. സൗകര്യങ്ങളില്ലെങ്കിലും പണമില്ലെങ്കിലും മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ പൊരുതാൻ തയ്യാറായാൽ അവളെ പോലെ നമുക്കും സ്വപ്നം കാണാം. ഒരു ലക്ഷ്യം, ഒരു നിശ്ചയം, ഒരു കരുത്ത്. തകർന്ന വഴികളിലൂടെയും പൊടിയിലൂടെയും ഒരു ദിവസം നമുക്ക് സ്വന്തമായ ഒരു വിജയം തീർക്കാം.